റോക്കി ബൈ മീൻസ് KGF ഒരു ലേഡിയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്യുന്ന രീതിക്കും എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഇത് കാണുന്ന ഡയറക്ടേഴ്സ് മമ്മൂക്കയുടെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ മൂവിയിൽ എടുത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു സ്മോക്കിന്റെ ഒരു സംഭവം, റൗണ്ട് സ്മോക്ക് വരുന്നൊരു സംഭവം. അപ്പൊ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ വരണം, ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇന്നതിന് ഇന്ന റെസ്പോൺസ് കിട്ടുന്ന അവർക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഒരു സിനിമയിലെങ്കിലും എനിക്കൊന്ന് അഭിനയിക്കണം. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുമോ നമുക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുറെ കോട്ടെ പ്രായമാകുമ്പോൾ അഭിനയിക്കാലോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. നിരാകായം കേൾക്കുമ്പോഴേ എനിക്കൊരു എത്ര കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല. ഇറ്റ് ഹാസ് സോ മെനി ഗുഡ് മെമ്മറീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, ഈവൻ ദോ ഇറ്റ് ഈസ് eerie and a bit mysterious. ബ്രിട്ടന്റെ ആദ്യ ജൂയിഷ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഡിസ്രാലി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ദ സീക്രട്ട് ഓഫ് സക്സസ് ഈസ് ടു ബി റെഡി വെൻ യുവർ ഓപ്പർച്യൂണിറ്റി കം. അതെ, ചെറുതെങ്കിലും ഒരു വലിയ ഓപ്പർച്യൂണിറ്റി, ആ ഓപ്പർച്യൂണിറ്റി വന്ന ഉടനെ ഒരു യെസ് പറയുന്നു. അതും മഹാനായൊരു നടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ. പല ആളുകളും കൊതിക്കുന്നൊരു അവസരമാണ് നിങ്ങളെ തേടി വന്നത്. മമ്മൂട്ടി കമ്പനി എന്ന മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയുടെ മനോഹരമായൊരു ചിത്രത്തിൻ്റെ ഭാഗമായ 3 നായകന്മാരാണ് ഇന്ന് സിൽവർ ടൈംസിനൊപ്പം ചേരുന്നത്. നമസ്കാരം. ആദ്യം നമുക്ക് സ്മിതയിൽ നിന്ന് തുടങ്ങാം. സ്മിത, മമ്മൂട്ടി കമ്പനി ഇന്നൊരു വലിയ ബ്രാൻഡ് നെയിമാണ്. മമ്മൂട്ടി കമ്പനിയുടെ പേരിൽ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും എക്സൈറ്റഡ് ആവും. ആ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു സ്മിതയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു മമ്മൂട്ടി കമ്പനിയുടെ കളങ്കാവാൽ എന്ന സിനിമയിലേക്ക് സ്മിത ഭാഗമായത്? അത് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് മോഹനേട്ടൻ. മോഹനേട്ടൻ, അസ്മീർ, അവരെയൊക്കെ എനിക്ക് മുമ്പ് അവർ പരിചയമുണ്ട്. ഇപ്പോൾ കളങ്കാവലിന് മുമ്പ് പ്രീസ്റ്റ് അല്ലെങ്കിൽ വേറെ 2-3 പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് മോഹനേട്ടൻ്റെയൊക്കെ കൂടെ. അപ്പോൾ ക്രിസ്റ്റഫർ, അതൊക്കെ അവരെന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് അവരെന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. ഫസ്റ്റ് എന്നെ ഇതിലേക്ക് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് അത് മാറിപ്പോയി. ലാസ്റ്റ് ടൈമിൽ ഷൂട്ട് കഴിയാറായപ്പോഴാണ് പിന്നെ എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ, ഒന്നും ചെറിയൊരു ഇതേ ഉള്ളൂ, ചെയ്യാവോ എന്ന്. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ കൂടെ അല്ലേ, മമ്മൂക്കയുടെ കൂടെ ജസ്റ്റ് ഒരു ഒരു ഇതാണെങ്കിൽ പോലും അത് ചെയ്യും. അത് മമ്മൂക്കയുടെ കൂടെ ആയതുകൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെ ആ സീനിൽ ജസ്റ്റ് ഒരു ഷോട്ടേ ഉള്ളൂ എങ്കിൽ പോലും അത് സന്തോഷത്തോടെ ചെയ്യുന്നു. മമ്മൂക്കയുടെ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നോ പറയില്ല. മമ്മൂക്കയുടെ കൂടെ കിട്ടാന്ന് പറഞ്ഞൊരു അവസരമല്ലേ നമുക്ക്, അതിന് എത്ര അഭിനയിച്ചാലും മതിയാവില്ല. മമ്മൂക്കയുടെ കൂടെ ഇനിയും കൂടുതൽ അവസരങ്ങൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. സ്മിത പറഞ്ഞതുപോലെ അഭിനയിച്ച് ഭ്രാന്ത് പിടിച്ചൊരു മനുഷ്യനാണ് മമ്മൂക്ക. ഓരോ ക്യാരക്ടറും ചെയ്യുമ്പോൾ അതിനകത്ത് വ്യത്യസ്തത കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഇതാണ് ശരിക്കും മമ്മൂക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അനുപമയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ മൂവിയിലേക്കൊരു എൻട്രി? എങ്ങനെയായിരുന്നു? ഞാനും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയായിട്ട് ഇത് സെക്കൻഡ് മൂവിയാണ്. ഫസ്റ്റ് ഡൊമിനിക് ആയിരുന്നു. അപ്പോൾ സ്മിത ചേച്ചി പറഞ്ഞ പോലെ മമ്മൂക്കയുടെ കൂടെ അതൊരു പാസിംഗ് ഷോട്ട് ആണെങ്കിലും അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കുന്നവരാണ്. ആക്ടിങ് ആഗ്രഹിക്കുന്നവരെല്ലാവരും അതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്കും അറിയില്ലായിരുന്നു മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീനാണ് ചെയ്യാൻ പോണേന്ന്. എനിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോഴാണ് മമ്മൂക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീനാണ് വരുന്നത് എന്ന് മനസ്സിലായത്. ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നമ്മളെ തേടിയെത്തുന്നു. പ്രതീക്ഷിച്ചതിലും അപ്പുറം ആ സിനിമ വിജയകരമായി മുന്നോട്ടേക്ക് പോകുന്നു. ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു മൂവിയുടെ, ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ, മമ്മൂട്ടി കമ്പനിയുടെ മൂവിയുടെ ഭാഗമാകാൻ പറ്റി ഒരുപാട് സന്തോഷം. ഒരുപാട് എക്സൈറ്റഡ് ആണ്. സുഹാനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയിലേക്കുള്ള വരവ്? എങ്ങനെയായിരുന്നു? എന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു ഓഡിഷൻ എടുത്ത് അയക്കാൻ വേണ്ടിയിട്ടൊരു കോൾ വരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ട്രിവാൻഡ്രം ആക്സെൻറ്റ് എത്രമാത്രം കൂടി നിൽക്കുന്നു അത്രയും നല്ലതെന്നുള്ള രീതിക്ക് അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്ത് അയക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഇതിലൊരു എൻട്രി വരുന്നത്. പിന്നെ രാവിലെ ഒരു ദിവസം എണീക്കുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോൾ, ഇങ്ങനെ മമ്മൂട്ടി കമ്പനിയിൽ അഭിനയിക്കണം, ഈ മമ്മൂക്കാൻ്റെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പാൻ കോളാണെന്നാണ്. കാര്യം ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പിന്നെയാണ് അത് കൺഫേം ചെയ്തിട്ട് അത് കറക്റ്റാണ് എന്നുള്ള രീതിക്ക് വരുന്നത്. ഐ വാസ് വെരി ഹാപ്പി. മലയാളം സിനിമയെ സംബന്ധിച്ച് പില്ലേഴ്സ് എന്നാണ് മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ പല ആളുകളും സിനിമയിലേക്ക് ഒരു കോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ആളുകൾ വിളിച്ചു കഴിയുമ്പം ഞങ്ങൾക്ക് ലീഡ് റോളാണോ, ഞങ്ങൾക്ക് അവരെ സപ്പോർട്ട് എത്ര നേരം ഞങ്ങൾക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ടാവും, ഇതൊന്നും ഈ സിനിമയിലെ 21 നായകന്മാരും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നു. സ്ക്രീൻ സ്പേസ് വളരെ ലിമിറ്റ് ആണെങ്കിലും മമ്മൂട്ടി എന്ന മഹാനടൻ്റെ കൂടെ കുറച്ചധികം സമയം ഞങ്ങൾക്കൊന്ന് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി. അത് ശരിക്കൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ്. അപ്പം സ്മിതയെ സംബന്ധിച്ച് തിയേറ്ററിൽ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് എന്തായിരുന്നു? കുടുംബമായിട്ടാണോ പോയത്? എന്തായിരുന്നു ആ എക്സൈറ്റ്മെൻറ്റ്? എന്തായിരുന്നു? എന്നുവെച്ചാൽ ഞാൻ ഈ പടം അഭിനയിച്ച കാര്യം സത്യത ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. കാരണം
ആ ഷോട്ട് ഇനിയിപ്പോൾ ഉണ്ടാവുമോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. കാരണം അത്രയും ചെറിയൊരു സീനാണ്. പക്ഷെ മമ്മൂക്കയുടെ കൂടെയാണ് വരുന്നത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ആ സീനൊക്കെ ഉണ്ടാവുമോ അതോ കട്ട് ചെയ്ത് പോവുമോ. അപ്പോൾ അതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞത് നമ്മൾ ഓഡിയോ ലോഞ്ച് വെച്ചപ്പം മമ്മൂക്കയുടെ കൂടെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും ചോദിക്കുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. നമുക്കിത് എവിടെയാണ് നമ്മുടെ സീൻ വരുന്നതെന്ന് പോലും അറിയില്ല. കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് പറയാൻ കഴിയും. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ആർക്കും അറിയില്ല എവിടെയാണ് നമ്മുടെ സീൻ ഏത് കഴിഞ്ഞ് വരുന്നു എന്നുള്ള ഒരു ഐഡിയയും ആർക്കും ഇല്ല. നമ്മളിങ്ങനെ നോക്കി എന്താ പറയുക, ഒരു എവിടെയായിരിക്കും ഞാനുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ അവിടെ ഉണ്ടായിരുന്നു, ഒരു ജസ്റ്റ് ഒരു ഷോട്ടേ ഉള്ളൂ. എങ്കിൽ പോലും അത് കാണുമ്പോൾ അത് പ്രത്യേകിച്ച് മമ്മൂക്കയുടെ കൂടെ ഭയങ്കര സന്തോഷമായിരുന്നു. സൈനൈഡ് മോഹൻ എന്ന ക്യാരക്ടർ, അതിന് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അപ്പം ഈ സിനിമയുടെ കഥ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഇതാണ് ഞങ്ങളുടെ റോൾ എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് സിനിമയിലേക്ക് വരുന്നത്. സ്പേസ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്പേസ് വളരെ കുറവായിരുന്നു. അപ്പം കിട്ടുന്ന ആ ഒരു ചെറിയ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിയത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ആ ഒരു കുറച്ച് ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് നേരത്തേക്ക്? അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആക്ടിങ് ആര് ആസ്പയർ ചെയ്താലും ഐ വുഡ് ലൈക്ക് ടു അഡ്വൈസ് ദം ദാറ്റ് നമ്മൾ അവിടെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങളെക്കാട്ടിലും നമ്മൾ അത് വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഹെൽപ്പ് ചെയ്യുക. നമ്മൾ പൊതുവേ ഒരു സെറ്റിലെത്തിയാൽ വളരെ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും ഡയറക്ടർ പറയുന്ന ഒരു നിർദ്ദേശം അതുപോലെ കേട്ട് ആ ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം അവിടെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു ക്ലീൻ പേപ്പറായിട്ട് പോകാനാണ് ഏത് ഡയറക്ടറും ആഗ്രഹിക്കുന്നത്. അതായത് എന്ത് നിർദ്ദേശം തന്നാലും അത് അതുപോലെ ഉൾക്കൊണ്ട് അതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ ക്ലീൻ പേപ്പറായിട്ടിരിക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട്. അതായത് നമ്മൾ അവിടെ ഒരു സെറ്റിലെത്തുമ്പോൾ നമ്മൾ സെറ്റിലെ രീതികളെ പറ്റി ഒരു വിവരം, പിന്നെന്താ നമുക്ക് ഒരു നമ്മൾ കാമായിട്ടിരിക്കുന്ന ഒരിത്, പിന്നെ ഒരു ലെജൻഡിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ലെജൻഡിനെ തീരെ എന്ന് പറയാൻ അവരുടെ വർക്കിനെയും നമ്മൾ ഡിസ്റപ്റ്റ് ചെയ്യാൻ പാടില്ല. സെറ്റിൻ്റെ ഒരു റിഥം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിലാണ് ആക്ച്വലി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ കാമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വളരെ ട്രിവിയലായിട്ട് കണ്ട പല കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഓക്കെ ഇതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാവും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ക്ലീൻ പേപ്പർ ആയിട്ടിരിക്കുക, ആ പേപ്പറിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും. രണ്ടാമത്തെ സിനിമ മമ്മൂട്ടി കമ്പനി വിളിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ മോശമാക്കാതെ നന്നായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ രണ്ടാമതൊരു അവസരം വരിക. എങ്ങനെയായിരുന്നു ശരിക്കും മമ്മൂട്ടി കമ്പനി ആദ്യ സിനിമയിലേക്ക് വിളിക്കുന്നത്? എങ്ങനെയാണ് ഡൊമിനിക്കിലേക്ക് വിളിക്കുന്നത്? എങ്ങനെയായിരുന്നു മമ്മൂട്ടി കമ്പനി ആദ്യം വിളിക്കുന്നത്? ഞാൻ ജോർജ് സാർ വഴിയാണ്. ജോർജ് സാറാണ് എനിക്ക് മമ്മൂട്ടി കമ്പനിയിലേക്ക് ഒരു അവസരം ഫസ്റ്റ് തരുന്നത്. ആദ്യം പറഞ്ഞ പോലെ ഗൗതം വാസുദേവ് മേനോൻ അദ്ദേഹത്തിന്റെ മൂവിയായിരുന്നു ഡൊമിനിക്. അപ്പോൾ ഇങ്ങനെ മൂവി നടക്കുമ്പോൾ എന്നോടൊന്ന് വന്ന് കണ്ടു നോക്കൂ, സാറിനെ കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിളിച്ചൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ പോയി ഗൗതം സാറിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഡൊമിനിക്കിലേക്ക് ഒരു അവസരം വരുന്നത്. പിന്നെ കളങ്കാവൽ നേരത്തെ പറഞ്ഞ പോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് വന്നൊരു അവസരമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ മമ്മൂക്കയുടെ കൂടെ ഒരു പാസിംഗ് സീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും, അങ്ങനെ ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നായിക എന്നുള്ള രീതിയിലേക്ക് കിട്ടിയ ഒരു അവസരം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അതായത് ചെറിയ സീനാണെങ്കിലും നമുക്ക് നോട്ട് ചെയ്തു, അപ്പം രണ്ടാമതൊരു ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. എനിക്ക് തോന്നുന്നു ഈ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡ് ആ ഒരു പേരുള്ളിടത്തോളം നമുക്കൊരു സെക്കൻഡ് തോട്ടിൻ്റെ അവിടെ ആവശ്യമില്ല. അതൊരു പാസിംഗ് സീനാണെങ്കിലും ഒരു ഉടനീളമുള്ള ഒരു കഥാപാത്രമാണെങ്കിലും ആ ബ്രാൻഡിന് കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മളാരും ഉള്ളവരാരും ഉടനീളമില്ല, നമുക്ക് എല്ലാവർക്കും ഒരു ലിമിറ്റഡ് സ്പേസ് മാത്രമേ ഈ മൂവിയിലുള്ളൂ. അപ്പോൾ നേരത്തെ സുഹാന പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ പാർട്ട്, അതായത് അവർ നമ്മളടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസം, ഒരു കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അത് ഭംഗിയായി ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. പണ്ട് ചെറുപ്പകാലത്തൊക്കെ കുട്ടികൾ കുസൃതി കാണിക്കുമ്പം മാതാപിതാക്കൾ പറയും കോക്കാച്ചി പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോകും പറയും. കാലം കുറച്ചുകൂടെ മാറി. ഓഫീസിലൊക്കെ നമ്മൾ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് വരുമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് കൃത്യസമയത്ത് സബ്മിറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പറയും സാലറി കട്ട് ചെയ്യും എന്നുണ്ടാവും. ഇപ്പം കളങ്കാവാൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത്തരത്തിൽ പറയുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു സോഷ്യൽ മീഡിയ തരംഗമായിട്ട് ആ പാട്ടങ്ങ് വരുവാണ്. അറിയാലോ ഏതാണ് ഇതുള്ളൂ. അപ്പം ആ പാട്ടുണ്ടാക്കിയ ഇമ്പാക്റ്റ് സിനിമ ഇമ്മൻസ് ഇമ്പാക്റ്റ് ആയിരുന്നു ശരിക്കും.
നിങ്ങൾ ശരിക്കും ആ പാട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? ഞങ്ങൾ പ്രേക്ഷകർ പിന്നീടാണ് അത് കേൾക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്തത്. നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു പാട്ട് കേട്ടപ്പോൾ ഫസ്റ്റ് ഫീൽ? പ്രേക്ഷകർ കേട്ടപ്പോൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളും കേൾക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി ആണെങ്കിലും സൈലന്റ് മോഹൻ റിലേറ്റ് ചെയ്ത ഒരു സ്റ്റോറി ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവരെയും പോലെ മുൻപേ അറിയായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാരക്ടർ ഒഴിച്ച് അതിന്റെ മുൻപോ ശേഷവുമുള്ള കാര്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മൂവി ഫസ്റ്റ് ക്രൂവിന്റെ കൂടെ കാണുമ്പോഴാണ് നമ്മളും ഇതാണ് സ്റ്റോറി അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് പോർട്രേ ചെയ്ത് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ പ്രേക്ഷകർ എത്രമാത്രം എക്സൈറ്റഡ് ആയിരുന്നോ അല്ലെങ്കിൽ എത്രമാത്രം വെയിറ്റിംഗ് ആയിരുന്നോ അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഇതിന്റെ മൂവി ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ സോങ്സ് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലും. സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ തിയേറ്ററിലാണെങ്കിൽ നമ്മൾ തിയേറ്ററിലാണല്ലോ ഫസ്റ്റ് നമുക്ക് അതിന്റെ ഒരു കംപ്ലീറ്റ് ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നത് തിയേറ്ററിൽ. അതെ, കിക്ക് കിട്ടുന്നത് തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഓഡിയൻസ് ഇത്രയും അതിനെ ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ സീൻ ആ ഒരു സോങ് വരുമ്പോൾ കിട്ടുന്ന ഇമ്പാക്ട്, കയ്യടികൾ, അപ്പോൾ അതൊക്കെ എല്ലാവരും പോലെ നമ്മളെയും ഭയങ്കരമായിട്ട് എന്താ പറയുക എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഭയങ്കരമായിട്ട് കോരിത്തെരിപ്പിച്ച ഒരു സംഭവമായിരുന്നു. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ സീൻസ് ആണെങ്കിലും നമ്മുടെ ഡയറക്ടർ ജിതിൻ ചേട്ടൻ ആൻഡ് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ജിഷ്ണു ചേട്ടൻ അവരുടെ ഒരു ബ്രില്യൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സിംഗിൾ ഷോട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു 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 ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ മൂവിയിൽ എടുത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു സ്മോക്കിന്റെ ഒരു സംഭവം, റൗണ്ട് സ്മോക്ക് വരുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇതെങ്ങനെ വരണം, ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഇന്നതിന് ഇന്ന റെസ്പോൺസ് കിട്ടുന്ന അവർക്ക് അത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഡയറക്ടറിന്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെയും ബ്രില്യൻസ് ആണ്. അപ്പോൾ നമ്മളതിനെ മാനിച്ചു, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമുക്ക് കിട്ടിയ ഭാഗം നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഈ പാട്ട് ഞാൻ ആദ്യം കേൾക്കുമ്പോൾ ഒരു ഈറി ആയിട്ടൊരു എന്തു പറയാൻ ഒരു ഭയങ്കര മിസ്റ്ററി ഉള്ള ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സാധാരണ ഇപ്പൊ ബോളിവുഡിലൊക്കെ നമ്മൾ കാണുന്ന പഴയ പാട്ട് വീണ്ടും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു മൊമെന്റ് യൂസ് ചെയ്യുക എന്നുള്ളത്, അങ്ങനെ ഒരു സാധനം ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് നല്ല പഴയ പാട്ടിലേക്ക് തമിഴ് സിനിമയിൽ നല്ല പാട്ടുകളുണ്ടെങ്കിലും പുതിയതായിട്ടൊരു പാട്ടുണ്ടാക്കാൻ ഉപയോഗിച്ച ആ ഒരു മെത്തേഡ് എന്തായാലും നന്നായി. കാര്യം അത് ആ സിനിമയുടെ ഒരു സിഗ്നേച്ചർ സോങ് ആയിട്ട് മാറി. അപ്പം നിരാകായം കേൾക്കുമ്പോഴേ എനിക്കൊരു എത്ര കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല. ഇറ്റ് ഹാസ് സോ മെനി ഗുഡ് മെമ്മറീസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, ഈവൻ ദോ ഇറ്റ് ഇസ് ഈറി ആൻഡ് ഇറ്റ് എ ബിറ്റ് മിസ്റ്റീരിയസ്. സ്മിതയെ സംബന്ധിച്ച് ഈ നമുക്കിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളല്ല, വളരെ കഷ്ടപ്പാടുകൾ ഇതിന് പുറകിലുണ്ടായിരുന്നു. അപ്പം എങ്ങനെയായിരുന്നു ചെറുപ്പകാലത്ത് ഈ ഒരു അഭിനയം എന്ന് പറയുന്ന ഒരു പാഷനായിട്ട് കൊണ്ടു നടന്നതാണോ അതോ പിന്നീട് പോയ വഴികളിൽ അത് തേടി വന്നതാണോ? പറയുകയാണെങ്കിൽ ചെറുപ്പകാലത്തിലെ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഡെയിലി ഞാൻ സിനിമകൾ എൻ്റെ പറയുക എൻ്റെ അച്ഛനാണ് ഏത് പടം റിലീസാവുന്നു അന്ന് ഫസ്റ്റ് ഷോ കൊണ്ടുപോയി കാണിക്കുമായിരുന്നു. ഒരു ദിവസം 3 പടം കണ്ട കാലമുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ, തമിഴ് മലയാളം എല്ലാം. അപ്പം അങ്ങനെ കയറി കൂടിയതായിരിക്കാം എൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം. ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, വലുതാവുമ്പോൾ അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ എനിക്കൊരു ഒരു സിനിമയിലെങ്കിലും എനിക്കൊന്ന് അഭിനയിക്കണം. പക്ഷെ അന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കുമോ നമുക്കൊന്നും സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നുണ്ടാവില്ല, കുറേ പോട്ടെ പ്രായമാകുമ്പോൾ അഭിനയിക്കാമല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു കോള് വരികയാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന്, അന്ന് അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, കോള് വരുന്നു, ഇങ്ങനെ ഒരു ടീച്ചറായിട്ട് അഭിനയിക്കണമെന്നുണ്ട്, വരാമോ എന്ന് ചോദിച്ചു. ഒരു ഇതുമില്ല, ഞാൻ ഷൂട്ട് മര്യാദയ്ക്ക് കണ്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചെല്ലുന്നു, ഒരു ഡയലോഗ് തരുന്നു, പറയുന്നു, 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് ഞാൻ അന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോയി. അതിൽ പിന്നെയാണ് ഇങ്ങനെ 2015 മുതൽ വീണ്ടും അങ്ങനെ അഭിനയിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 10-20 മൂവിയോളം ചെയ്തു. മമ്മൂക്കയുടെ കൂടെ തന്നെ ഇപ്പോൾ 4ാമത്തെ മൂവിയാണ്. അനുപമയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു സിനിമയോടുള്ള ഒരു പാഷൻ? എങ്ങനെയായിരുന്നു സിനിമയോടുള്ള പാഷൻ? അത് ചെറുപ്പം മുതലേ ഉണ്ട്. ഞാൻ മുൻപ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പണ്ട് മൂവീസൊക്കെ കാണുമ്പോൾ ടി വിയിൽ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും മൂവീസ് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ നമ്മളെ ഹീറോയിനായിട്ട് നമ്മളൊന്ന് സങ്കല്പിച്ച് ആ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നെ കൊടുത്ത് അങ്ങനെയൊക്കെ മിററിന്റെ മുൻപിൽ നിന്ന് അഭിനയിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ചേച്ചി പറഞ്ഞ പോലെ ഇതിലേക്കൊരു എൻട്രി, ഇതെങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീരെ ഒരു ഐഡിയ ഇല്ല. പ്രത്യേകിച്ച് ഞാനൊരു നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പം എനിക്ക് അവിടെ നിന്ന് ഒരു സിനിമാ മോഹം എന്ന് പറയുന്നത് വെറും ഒരു മോഹമായിട്ട് മാത്രം നിൽക്കും എന്നുള്ളൊരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഇത് ആരെ അപ്രോച്ച് ചെയ്യണം, എവിടെ ചെന്നാലാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ? കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചുകൂടി ചേഞ്ച് ആയത്. പണ്ട് ഒരു നായിക സങ്കല്പം ഉണ്ടായിരുന്നു, ഇന്ന ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം. ഇപ്പോൾ നമ്മുടെ മൂവീസ് ആണെങ്കിലും അല്ലെങ്കിൽ കാസ്റ്റിംഗ് ആണെങ്കിലും ഒക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് കൂടുതലും ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലയാളം സിനിമ. അപ്പോൾ അന്ന് നമുക്ക് അങ്ങനത്തെ കുറേ കൺഫ്യൂഷൻസും തോട്ട്സും ഒക്കെ നമുക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ
ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് കോവിഡ് സമയത്താണ്. മിക്കവാറും പേര് ആ സമയത്താണ് മോഡലിംഗ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് രണ്ട് എൻ്റെ പിക്സ് കുറച്ചൊന്ന് നോട്ടഡ് ആയപ്പോഴാണ് എനിക്ക് ഇതിലേക്കൊരു എൻട്രി, അല്ലെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഈ ഒരു റൂട്ടിലൂടെ പോയാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇന്നിന്ന കോണ്ടാക്ട്സ് അല്ലെങ്കിൽ ഇന്നിന്ന സർക്കിളാണ് ജെന്യൂൻ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ജെന്യൂൻ അല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ഉണ്ട്. സോ അങ്ങനെയായിരുന്നു മൂവിയിലോട്ടൊരു ഇത് വരുന്നത്. എൻ്റെ ഫസ്റ്റ് മൂവി ആക്ച്വലി എഴുത്തോല എന്ന് പറഞ്ഞിട്ടൊരു മൂവി ആയിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഞാൻ ഓഡീഷൻ കൊടുത്തിട്ട് ചെയ്ത ഒരാളല്ല. എനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു അവസരമായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ട്. നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ നമ്മളൊരു ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യിക്കും. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നപ്പോഴാണ് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിനോടൊരു ഇഷ്ടം കുറച്ചുകൂടി കൂടി തുടങ്ങിയത് അപ്പോഴാണ്. ഇപ്പം ചെറുപ്പത്തിലൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉടനെ പറയും എനിക്ക് ഭാവിയിലൊരു സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയാണ്, ആകെ ഒരു സച്ചിൻ ടെണ്ടുൽക്കറേ ഉള്ളൂ, നീ ഇപ്പോഴേക്ക് പോയി പഠിക്കുമെന്ന് പറയുന്ന വീട്ടുകാരൊക്കെ ഉള്ള ഒരു നാടാണ് നമ്മുടെ. ആരുടെയും കുറ്റമല്ല, ഒരു സൊസൈറ്റി അങ്ങനെയായിരുന്നു. പക്ഷെ വീട്ടിൽ നിന്ന് കിട്ടുന്നൊരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങും, അത് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു? എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദർ ഭയങ്കര ഒരു ഫെമിനിസ്റ്റ് ആളാണ്. അതായത് പെൺകുട്ടികളെന്ന് പറയുന്ന രീതിയിൽ കല്യാണം കഴിക്കുക എന്നുള്ള രീതിക്കല്ല അവർ പുഷ് ചെയ്തിരുന്നത്. ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കോവിഡ് സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര പ്രഷറായി. അപ്പം ഈ സാധാരണ ആകുമ്പോഴേ ഒരു വാഴ സിനിമയൊക്കെ കാണാൻ നേരത്ത് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. ജോലിയൊന്നും ആയില്ലടാ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഭയങ്കര അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കുമ്പോഴത്തേക്കും വെരി ടോൾ, ഐ വാസ് വെരി ലീൻ ആൻഡ് മോഡലിംഗ് ഒന്ന് ട്രൈ ചെയ്യാനായി. മോഡലിംഗ് എനിക്കൊരു പണ്ടേ ഞാൻ സിനിമകളൊക്കെ കാണുമ്പോൾ ഈ കാജൽ അഗർവാളൊക്കെ വളരെ മലനിരകളിൽ പോയി ഡാൻസ് ചെയ്ത് കാണുമ്പോഴത്തേക്കും ഈ സ്ഥലമൊക്കെ നമുക്ക് വേറെ യാത്ര ചെയ്യാൻ വേറെ ഓപ്ഷൻ നമ്മളൊന്നും കാണുന്നില്ല. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും നല്ല രീതിക്ക് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം സിനിമയാണെന്നുള്ള രീതിക്ക് മനസ്സിലൊരു കൊളുത്ത് കിടന്നിരുന്നു. അങ്ങനെ മോഡലിംഗ് വന്നപ്പോൾ എനിക്ക് ഇപ്പം അനുഭവം പറഞ്ഞ പോലെ ആരെ അപ്രോച്ച് ചെയ്യണം, എന്ത് ചെയ്യണം, വാട്ട് ഈസ് ജെനുവിൻ, വാട്ട് ഈസ് നോട്ട്, വാട്ട് ഈസ് ഫോർ മീ, വാട്ട് ഈസ് നോട്ട് ഫോർ മീ, അതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യാനാ, വളരെ ആൻസൈറ്റി റിട്ടേൺ ഒരു സ്ഥലത്ത് നിന്ന് വരുന്നിടത്ത് വെച്ച് കാണാം ഇത് കൊള്ളാലോ കളി എന്നുള്ള രീതിക്ക് നമ്മളിങ്ങനെ ആ ഒരു ജേർണി ആസ്വദിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ വളരെ ഓക്കെ ആയിട്ടിരിക്കുന്നത്. ഇത് വാട്ടെവർ സിനിമയിൽ ആര് സപ്പോർട്ട് ചെയ്താലും നമുക്ക് ഒരു വിൽ പവർ ഉണ്ട്, ഒരു പാഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിൽക്കാൻ പറ്റുക. അതിന് വീട്ടുകാരാണെങ്കിലും അല്ലെങ്കിലും വീട്ടുകാർ വളരെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ അവർ ലൈക്ക് ഞാൻ ഏത് പ്രൊഫഷൻ ചെയ്താലും ഈ സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ്. ലക്കി, ഇപ്പം ഒരു സിനിമയിലേക്ക് നമ്മളൊരു അവസരം തേടി ആളുകൾ ഡയറക്ടർക്ക് മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ മെസ്സേജ് അയക്കും. കുറച്ചുകൂടെ ലൈവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെ 4 പേര് നോട്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ ഇപ്പോൾ ചെയ്യാറുണ്ട്. ഇപ്പം പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന ആൾക്ക് നിങ്ങൾ കുറച്ചധികം സിനിമകളൊക്കെ ചെയ്തു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങൾക്ക് പറയാനുള്ള ഒരു ഉപദേശം എന്താണ്? സ്വയം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ how are you going to exit that place gracefully or അവിടെ നമ്മൾ എത്തിപ്പെടുന്ന രീതി, നമ്മൾ സ്വയം കീപ്പ് ചെയ്യുന്ന ഒരു ഡെക്കറം, ഒരു ഓണസ്റ്റി ടു ദ ക്രാഫ്റ്റ് ഉണ്ടായിരിക്കണം. ഒരു സത്യസന്ധത. നമ്മൾ കള്ളം പറയാണ് അഭിനയിക്കുമ്പോൾ നമ്മളല്ലാത്ത ഒരാളെ കാണിക്കുകയാണ്. പക്ഷെ ആ നമ്മളല്ലാത്ത ഒരാളെ കാണിക്കുമ്പോൾ നമ്മളിലെ പല ഭാഗങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ റെഡി ആയിരിക്കണം. അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്യൂരിയസ് മൈൻഡ് ആയിരിക്കണം. നമുക്കൊരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് വർക്കാവില്ല. ഞാൻ 10 തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ ഒരു ക്ലീൻ പേപ്പർ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ പോലും വിചാരിക്കാത്ത ഇതൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നോ, ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ ആ ഒരു ക്യാരക്ടറിൻ്റെ പല മുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് ആസ്വദിക്കാൻ റെഡി ആയിരിക്കണം. ഒരു ക്യൂരിയസ്, പിന്നെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു സാധാരണ വേറൊരാളുടെ അപ്രീസിയേഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ആക്ടേഴ്സ് ആവാനായിട്ട് പാഷനറ്റ് ആവുക. അത് അവരുടെ പാഷനല്ല, അവരുടെ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ്. അവർക്ക് ചിലപ്പോൾ ആ സിനിമയിൽ എത്തുമ്പോൾ ഇതിൻ്റെ കഷ്ടപ്പാട് അറിയുമ്പോൾ, ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ ഈ അപ്രീസിയേഷൻ ഒന്നും അല്ലാതായി തീരും. അതിൻ്റെ കഷ്ടപ്പാടാണ് വലുത്, അതിൻ്റെ അഭിനയിക്കുന്ന ഭാഗമാണ് വലുത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ഈ അപ്രീസിയേഷൻ കിട്ടുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് സെക്കൻഡറി ആവുന്നത് വരെ നമ്മുടെ ഒരു കോർ സെൽഫ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയി
അതായത് പേഴ്സണാലിറ്റി ഇൻഡിപെൻഡൻ്റ് ആയി ഗുണത്തിലും ദോഷത്തിലും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും നന്നായിട്ട് നമുക്ക് സ്റ്റഡി ആയിട്ട് പോകാനും പറ്റുന്ന ഒരു സ്പേസ് എത്തുന്ന വരെ ഒരാൾ സ്ട്രഗിൾ ചെയ്യും. കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ തന്നെ അതിൻ്റെതായ രീതിക്ക് അതിനെ കേട്ടറിയുന്ന രീതിക്ക് പോകാനോ അല്ലെങ്കിൽ അതിലെന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാനോ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. ആ ബോധം ഷുഡ് ബി ഒബ്ജക്റ്റീവ് ആൻഡ് ഷുഡ് ഹാവ് എ സബ്ജക്റ്റീവ് എലമെന്റ് ഇൻ ടേംസ് ഓഫ് എ ക്യാരക്ടർ. അങ്ങനെ അപ്പം ദാറ്റ്സ് വാട്ട് ഐ സേ, യു ഹാവ് ടു ഹാവ് എ ഗ്രേറ്റ് മെന്റൽ സ്ട്രെങ്ത് ടു ബി എൻ ആക്ടർ. ഒരു പേഴ്സണാലിറ്റി ട്രേറ്റിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും സെൽഫ് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സെൽഫ് അനലൈസേഷൻ ഷുഡൻ ബി സെൽഫ് ക്രിറ്റിസിസം ഓൾസോ. ആ ഒരു ഫൈൻ ലൈൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, 21 നായികമാർ ഒരു സിനിമയിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ നടന്ന സമയത്ത് 21 നായികമാരെങ്ങനെയാണ് ഒരു സിനിമയിൽ, പക്ഷേ എങ്ങനെയാണെന്നുള്ളത് സിനിമ കാണിച്ചു തന്നു. ചെറുപ്പത്തിൽ മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ ഒന്ന് ദൂരെ നിന്നെങ്കിലും കാണാൻ ആഗ്രഹിച്ച ഒത്തിരി ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്ന് മമ്മൂട്ടിയെ ഏറ്റവും അടുത്ത് കിട്ടുകയാണ് സ്ക്രീൻ സ്പേസ്. ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു മമ്മൂട്ടിയെ കണ്ട ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു സ്മിതയെ സംബന്ധിച്ച്? അത് നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. കാരണം നമുക്ക് നമ്മൾ അത്രയും ആഗ്രഹിച്ച, ഇപ്പോൾ പറഞ്ഞ പോലെ ലാലേട്ടനായാലും മമ്മൂക്കയായാലും നമ്മൾ അത്രയും ആഗ്രഹിക്കുന്നതാണ്. അടുത്തൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ ആ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും പറയാനില്ല. എന്നുവെച്ചാൽ എന്ത് ചെയ്യുകയോ, ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു നമുക്ക് ടെൻഷനുണ്ട്, സന്തോഷമുണ്ട്, സത്യം പറഞ്ഞ ഒരു വിറയലുണ്ടാവും. എന്നുവെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ എത്തിപ്പെടുമെന്ന് വിചാരിക്കാത്തൊരു സ്ഥലത്ത്, അതും ഇത്രയും വലിയൊരു ആടെ മമ്മൂക്കയുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയും. കൂടെ അഭിനയിക്കുക എന്ന് പറയുക, ഡയലോഗ്സ് പറഞ്ഞ് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു, അത് സത്യം പറഞ്ഞ വാക്കുകൾ കിട്ടില്ല മൊത്തത്തിൽ നമ്മുടെ സന്തോഷം. അനുപമയെ സംബന്ധിച്ച് മമ്മൂക്ക എന്ന നടൻ, അദ്ദേഹത്തിൽ നിന്ന് എന്താണ് പഠിച്ച ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത്? അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ട്രൂ സെൽഫ് ഉണ്ടാവും. അതായത് എനിക്കൊരു എൻ്റെതായിട്ടുള്ളൊരു വ്യക്തിത്വം ഉണ്ടാവും. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, സൊസൈറ്റിയിൽ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ജഡ്ജ്മെൻ്റൽ ആവുകയല്ല, പക്ഷെ സ്റ്റിൽ നമ്മൾ ആൾക്കാരെ കണ്ടതിൽ വെച്ചിട്ട് ഇന്ന കാര്യം ചെയ്താലേ നമുക്ക് റെസ്പെക്റ്റ് കിട്ടൂ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എനിക്ക് മമ്മൂക്കയിൽ നിന്ന് തോന്നിയിട്ടുള്ളത് ഒരു മനുഷ്യൻ എത്രത്തോളം സിമ്പിൾ ആവാം എന്നുള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്കൊരു ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ, വളരെ ചെറിയൊരു ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ഇത്രയും വലിയ ഒരാൾക്ക് വേണമെങ്കിൽ എന്നെ കീപ്പ് ചെയ്യേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്പേസ് വെച്ചിട്ട് എന്നോട് സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല. പക്ഷേ ദ വേ ഹി ട്രീറ്റഡ് മീ, വളരെ സിമ്പിളായിട്ട്, വളരെ ഒരു സാധാരണക്കാരനെ പോലെ. ചിലപ്പോൾ എന്താ പറയുക, എനിക്കത് അത്രയും കൂളായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെ പോലെ ഇത്രയും വലിയൊരു ലെജൻഡിൻ്റെ മുമ്പിൽ അത്രയും ഒരു ഡയലോഗ് പറഞ്ഞ് ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം തന്നൊരു സ്പേസ് കൂടിയാണ് എനിക്ക്. വളരെ സിംപ്ലിസിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എനിക്കന്ന് കാണാൻ പറ്റിയത്. അതെനിക്ക് ഭയങ്കര നമ്മളും ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും മമ്മൂക്കനെ അടുത്ത് കാണുന്ന ഒരാളല്ല, നമ്മളും ഒരു ഫാൻ ഗേളാണ്, എപ്പോഴും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കേട്ട കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ മുൻപേ കേട്ട കാര്യങ്ങൾ എന്ത് ജഡ്ജ്മെന്റിലല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ എവിടെയെങ്കിലും ഒരു മൈൻഡിലൊരു മൈന്യൂട്ടായിട്ടൊരു കാര്യം കിടക്കും. പക്ഷേ അതിന് നേരെ വിപരീതമായിട്ട് ഒരാൾ പെരുമാറുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം. അതായത് നമ്മൾ കേട്ടറിഞ്ഞ ഒരു കാര്യം എത്രമാത്രം വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് നമ്മൾ പറയില്ലേ, അതായത് എന്താ പറയുക, ചിലപ്പോൾ എല്ലാവരും മനുഷ്യന്മാരാണ്. അദ്ദേഹം എത്ര വലിയ ലെജൻഡാണെന്ന് പറഞ്ഞാലും അദ്ദേഹവും ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പേഴ്സണൽ സ്പേസും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ചിലപ്പോൾ അദ്ദേഹം വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ഒരാളൊരു സെൽഫി ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ സാധാരണക്കാരനായതുകൊണ്ട് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരാളെ വിലയിരുത്തുക എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രമല്ല, നമ്മളെല്ലാവരും ചുറ്റിലുള്ള എക്സ് ഓർ വൈ ആരെയാണെങ്കിലും അത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ ട്രൂ ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ഈ ഇപ്പം അനുഭവം പറഞ്ഞ പോലെ റിയൽ വേഴ്സസ് റിയൽ അതല്ലേ, അപ്പം റിയൽ അതിനകത്ത് തന്നെ നമുക്ക് എപ്പോൾ തന്നെ പറയേണ്ട ഒരാളാണ് വിനായകൻ എന്ന് പറയുന്ന ആൾ. റിയൽ വേഴ്സസ് റിയൽ, അതായത് റിയലിൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കാണാം, സോഷ്യൽ മീഡിയ വരുന്ന വീഡിയോയും താഴെ വരുന്ന കമൻറ്റ്. പക്ഷെ എന്താണ് റിയൽ വിനായകൻ? നിങ്ങൾ കുറച്ചുകൂടി വിനായകനുമായിട്ട് കോമ്പിനേഷൻ സീനുകൾ വന്നില്ല എങ്കിലും സെറ്റ് എന്താ ശരിക്കും വിനായകൻ എന്ന് പറയുന്ന നടൻ?
വിനായകൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു നമുക്ക് ആർക്കും കോമ്പിനേഷൻ സീൻ വിനായകൻ ചേട്ടനായിട്ട് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ വിനായകൻ ചേട്ടനെ കാണുന്നത് നമ്മുടെ ട്രെയിലർ ലോഞ്ചിന്റെ അന്നാണ്, മമ്മൂക്കായിട്ടുള്ള ട്രെയിലർ ലോഞ്ചിന്റെ അന്നാണ് കാണുന്നത്. പക്ഷെ എനിക്ക് നേരത്തെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് വിനായകൻ ചേട്ടൻ. നമ്മളൊരു സൊസൈറ്റി ഒരു ജഡ്ജ്മെന്റൽ ആവുന്ന ഒരു ടൈമുണ്ട്. ഒരുപാട് എന്താ പറയാ, ഈ റിയൽ വേഴ്സസ് റിയൽ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ പേഴ്സണലി അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ റിയാക്ട് ചെയ്യുന്ന രീതിയായിരിക്കാം. എനിക്ക് എൻ്റെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഞാൻ പെരുമാറുന്ന പോലെ ആയിരിക്കില്ല ഞാൻ ചിലപ്പോൾ ഭയങ്കര ഒരു കൂളായിട്ട് നിൽക്കുന്ന സ്റ്റേജിൽ പെരുമാറുന്നത്. എല്ലാവർക്കും ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സൈഡ് ഉണ്ട്. പക്ഷേ മമ്മൂക്ക, വിനായകൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ അവരൊരു സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അത് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ നേരത്തെ സുഹാന പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. അത് എനിക്ക് തോന്നുന്നു നമ്മളെക്കാൾ കൂടുതൽ അവർ അക്സെപ്റ്റ് ചെയ്യുകയും അവർ വളരെ ഭംഗിയായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ശരിക്കും ഇന്റർവ്യൂവിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്ലീശ ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചു, ആരുടെ ഫാനാണ്? ലാലേട്ടൻ. അത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യനെ പറയേണ്ട ഒരു ടൈം മമ്മൂക്കയാണോ ലാലേട്ടനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ രണ്ട് കണ്ണും എങ്ങനെയാണോ, ഇത് ഈ കണ്ണാണോ ഈ കണ്ണാണോ പറയാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ രണ്ടാളും മമ്മൂക്ക ലാലേട്ടൻ. നിങ്ങൾക്കും ഇതൊക്കെ തന്നെയാണ്? എനിക്കൊരു പൊടിക്കിഷ്ടം കൂടുതൽ മമ്മൂക്കനുണ്ട്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ മൂവി എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഭയങ്കരമായിട്ട്, അതായത് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഈ സ്ട്രഗിൾസ് എന്തായാലും ഉണ്ടാവും. മൂവി എന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള ജോലി പോലെ നമുക്കൊരു CV എടുത്ത് കൊണ്ടുപോയി ഒരാളുടെ മുൻപിൽ ഒരു ഇന്റർവ്യൂ കൊടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു സംഭവമല്ല മൂവി എന്ന് പറയുന്നത്. അത് ഒരു സിനിമ സംഭവിക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിൽ നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ വരണം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർക്കും അതിൻ്റെ ഡയറക്ടർക്കും അതിലെ ആക്ടേഴ്സിനും തോന്നണം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മീറ്റ് ചെയ്താലാണ് നമുക്ക് അതിലൊരു ക്യാരക്ടറായിട്ട് നമുക്ക് അതിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടായതിനെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായതിനെ കൊണ്ടോ നമുക്കത് ചോദിക്കുന്നത് പോലും അത് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ സ്ട്രഗിൾസ് എന്തായാലും എപ്പോഴും മൂവിയിൽ ഉണ്ടാവും ഡെഫിനറ്റ്ലി. എനിക്ക് രണ്ടുപേരെയും ആരെ ഇഷ്ടം ചോദിക്കുമ്പോ നമുക്ക് അവരില് നമ്മളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു പോയിന്റ് വെച്ചിട്ട് എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. ആര് കൂടുതൽ ആര് കുറവെന്ന് എനിക്കും അറിയില്ല. അതായത് ലാലേട്ടന് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ടാലന്റ്. അവിടെ ഈ പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളുന്നത്, അത് ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്ന, ലാലേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തി ദി മോഹൻലാൽ. ഐ എം വെരി ലക്കി ദാറ്റ് വേ. അപ്പം സാറിന് അങ്ങനെ അവിടെ വന്നിട്ട് അങ്ങനെ ഭയങ്കര കമ്മിറ്റഡ് ആയിട്ട് വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ കാണിച്ച് അത് ചെയ്തെന്ന് പറയാം. പക്ഷെ അവിടെ വന്ന ഒരാളുടെ ഫേസിൽ ഒരു യൂണിഫോം ശരിയാക്കുന്ന പോലും ലാലേട്ടനായിരുന്നു. സോ എന്നെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എവിടെ നിൽക്കുന്നത്, എന്നെ മാറ്റി നിർത്തുന്നത് ദ ലെജൻഡ്. അപ്പം ദ വേ ദാറ്റ് ദ സിമ്പിൾ ദാറ്റ് മാനേഴ്സ്, പിന്നെ ദ വേ ഒരാളുടെ അടുത്ത് അഭിനയിച്ച് കാണിച്ചു അവിടെ വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കണ്ടിട്ട് ഫ്ലാറ്റ് അങ്ങനെ ആയിരുന്നു. അപ്പം ആളുടെ ദ ക്രാഫ്റ്റ് ആൻഡ് ദ പേഴ്സണാലിറ്റി ദാറ്റ് ഹി ഈസ്. അറ്റ് ദ സെയിം ടൈം മമ്മൂക്കായ വരാൻ നേരത്ത് എനിക്ക് ഇത്രയും വലിയൊരു അവസരം തന്ന വ്യക്തി. ആൻഡ് മമ്മൂക്കാൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ട്രേറ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ അറ്റാച്ച് ചെയ്യുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് നമുക്ക് ഇഷ്ടം തരുന്നത്. ഒരു ദിവസം എണീക്കുമ്പോൾ റിഗാർഡ്ലെസ് ഓഫ് യുവർ മൂഡ് ദാറ്റ് യു ആർ വില്ലിങ് ടു വർക്ക്, വില്ലിങ് ടു ഗോ ടു ദിസ്, ഇങ്ങനെ ഇന്ന് ഇഷ്ടപ്പെടാം നാളെ ഇഷ്ടപ്പെടാതിരിക്കുന്ന, ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യാൻ നാളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, ഇത്രയും ഓളങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുക എന്നുള്ള ഒരൊറ്റ ക്വാളിറ്റി രണ്ടുപേരിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കായിൽ എനിക്കത് അത്രയും ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വെറൈറ്റി, ഇന്ന് എന്തുണ്ടാവും എന്നറിയില്ല, നാളെ എന്തൊന്നുണ്ടാവും എന്നറിയില്ല, എന്നിട്ടും അതിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന, അത്രയും ഡിഫറൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്ന രീതി, അങ്ങനെ എല്ലാ കാര്യത്തിലും രണ്ടുപേരും ഓരോ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഓരോ ക്വാളിറ്റീസ് ഉണ്ട്. അത് ഒരു സമയത്ത് എനിക്ക് ഒരാളുടെ ഒരു ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ വേറൊരു സമയത്ത് വേറൊരാൾ. അപ്പോൾ അങ്ങനെ നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മെയിനായിട്ടുള്ളൊരു നടൻ, അദ്ദേഹം സിനിമയിൽ കൊല്ലപ്പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അത് സഹിക്കാൻ പറ്റില്ല, തിയേറ്റർ കത്തിച്ച ഒരു നാടാണ് നമ്മുടെ.
അത് വെച്ച് നോക്കുമ്പോൾ മലയാളം ഇൻഡസ്ട്രി അന്ന് തൊട്ട് ഇന്ന് 2025 വരെ ഇമൻസായിട്ട് ഓരോ വർഷവും അതിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക. മലയാളം സിനിമയിൽ ഇതുവരെയുള്ള നാളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഫിലിം എന്ന് പറയുന്നത്, അതായത് ആക്ടിങ് വൈസ് നിങ്ങൾക്ക് എന്ത് തരത്തിലും എടുക്കാം. ആക്ടിങ് ആണെങ്കിൽ അങ്ങനെ ഒരു സൈഡ് നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഇനി അതെല്ലാം മൊത്തത്തിൽ എന്താണ് സ്മിതയെ സംബന്ധിച്ച് ഏറ്റവും അതൊരു ഫ്രീ ഓഫ് ചോയ്സ് ഏതെങ്കിലും ഒരു മൂവി? അങ്ങനെ മൂവി പറയാനാണെങ്കിൽ ഭയങ്കര ടഫായിരിക്കും. ആരുടെ മൂവി പറയും, ഏത് മൂവി പറയുന്നുള്ളത് എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു മൂവി ഡിയർ ആവുന്നത് ആ മൂവി എന്ന് പറയുന്ന ക്രാഫ്റ്റ് കൊണ്ട് നമ്മളുടെ ലൈഫായിട്ട് എന്തുമാത്രം റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി വൈക്കം മുഹമ്മദ് ബഷീറിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ജനിച്ചു വളർന്നത് ജയിലിലാണ്, കാര്യം എൻ്റെ ഫാദർ ജയിലിൽ വർക്ക് ചെയ്യുന്നതായുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മതിലുകൾ എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെ ഡിയറാണ്. കാണാതെ തന്നെ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു, അവര് തമ്മിൽ എല്ലാ ദിവസവും ഇന്ററാക്ഷൻസ് ഉണ്ടാവുന്നു. നമ്മൾ വേറൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മളിനുള്ളിൽ ഒരു ലോകം ഉണ്ടാവുന്നു. ആ ലോകമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെറിഷ് ചെയ്യുന്നത്. മറ്റേ ആളുടെ അടുത്തുള്ള ജീവിതം, ആ ബബിൾ നമ്മൾ ഇന്റർസെക്ട് ചെയ്യാൻ നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ സാർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡയറക്റ്റ് ചെയ്ത മധുരകളാണ് എൻ്റെ ഫേവറേറ്റ് സിനിമ. അനുപമയ്ക്ക് ഏതാണ്? എനിക്ക് അങ്ങനെ ഒരു മൂവി എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് അറിയോ, നമ്മുടെ മലയാളം സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ആക്ടേഴ്സ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരുടെയും ഒരു അത്രയും എന്താ പറയുക, അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മലയാളം സിനിമയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും. സോ നമ്മുടെ മൂവീസ് എല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോറീസ് ആണ് എല്ലാം ഉള്ളത്. പിന്നെ നമ്മുടെ ഈ മമ്മൂക്ക ആണെങ്കിലും നേരത്തെ പറഞ്ഞ ലാലേട്ടനാണെങ്കിലും ഇവരൊക്കെ നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടു വളർന്നത് ഇവരെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മൂവീസ് കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഇവരോടുള്ളൊരു ഇഷ്ടം എപ്പോഴും ഒരു എന്താ പറയാ, നമുക്കൊരു ഫാൻ ഗേൾ എന്ന് പറഞ്ഞൊതുക്കുന്നതിലുപരി നമ്മുടെ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നല് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മുടെ ഒരു ഹൃദയത്തിന്റെ ഒരു കോണിൽ ഇവരെപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ മമ്മൂക്കയുടെ റോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കലംകാവലിൽ ചെയ്ത റോളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ബ്രഹ്മയുഗം എടുക്കുകയാണെങ്കിലും മമ്മൂക്കയുടെ മൂവീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഒരു മൂവിയിൽ നമുക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനറിസം സിമിലാരിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബ്രഹ്മയുഗം ആൻഡ് കളങ്കാവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു മനുഷ്യനാണോ ചെയ്തത് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ അത്രയും എന്താ പറയാ, ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും മൂവീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഇപ്പം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു നാളുകളിൽ അതിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. അപ്പം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരു ക്യാരക്ടർ ചൂസ് ചെയ്ത്, ഇപ്പം മമ്മൂക്ക മൂവി ആയിരുന്നു, സ്ക്രീൻ സ്പേസ് 5 മിനിറ്റ് ആണെങ്കിലും ഇനി 1 മിനിറ്റ് ആണെങ്കിലും ഞാനൊരു കാര്യം പറയുന്നു, മലയാള സിനിമ എത്ര മാറി എന്ന് പറഞ്ഞാലും ഒരു ക്രിയേറ്റീവ് ആൻഡ് ക്രാഫ്റ്റ് സൈഡിൽ ഒരുപാട് മാറി ശരിയാണ്. പക്ഷെ ഒരു ജെൻഡർ ഇക്വാളിറ്റി എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് മാറാൻ ഇനി കിടക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കും മുറയ്ക്കും ഉയരെ പോലെയോ അല്ലെങ്കിൽ ലോക പോലെയുള്ള ഒരു സിനിമ ഇറങ്ങുന്നതല്ലാതെ സമൂഹത്തിലെ സ്ത്രീകളുടെ സ്ഥാനത്തിനും സ്ത്രീകളുടെ ഇൻഫ്ലുവൻസിനും സ്ത്രീകളുടെ ഒരു റോൾ അനുസരിച്ചുള്ള ഒരു വളർച്ച ഒരു കാരണവശാലും മലയാള സിനിമയിൽ ഇതുവരെ വന്നിട്ടില്ല. മലയാള സിനിമയിലൊന്നും മാത്രമല്ല, വേറെ സിനിമയിൽ നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ ഒട്ടുകാരുള്ളതിൽ വന്നിട്ടില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ടെക്നീഷ്യൻസിന്റെ കുറവും ബിഹൈൻഡ് ദ സീൻസ് സ്ത്രീകൾ കുറവാണ്. അതുകൊണ്ടാണ് അത്രയ്ക്കും കുറവ് ആ ഒരു പ്രസന്റേഷനിലും കുറയുന്നത്. ഇന്ത്യയിലെ ബാക്കിയുള്ള ഇൻഡസ്ട്രീസിനെ വെച്ച് നോക്കുമ്പോൾ മലയാള സിനിമ ഒരുപാട് ഫ്രണ്ടിലാണ്, ശരിയാണ്. പക്ഷേ ഇനി എത്രയോ മാറാൻ കിടക്കുന്നു. അതായത് ഒരു വീട്ടമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഒരു നോർമലൈസ്ഡ് ആയിട്ടില്ല. ലോക എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ഉയരെ പോലുള്ള സിനിമകൾ സെലിബ്രേറ്റഡ് എന്നുള്ള ഒരു രീതി, പിന്നെ അത് നോർമലൈസ്ഡ് ആവണം. സാധാരണ അങ്ങനെ ഒരു 10 പടം ഇറങ്ങുന്നു, അതിലൊരെണ്ണം ഹിറ്റാവുന്ന പോലെ അത് നോർമലൈസ്ഡ് ആവണം എന്നുള്ള രീതിക്ക്. ഇപ്പം അഞ്ജലി മേനോൻ ഡയറക്ടർ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ആ സമയത്ത് ഇറങ്ങിയ ബ്രഹ്മയുഗം, അങ്ങനെ പല പ്രേമലൂര് നല്ലൊരു ഇതായിരുന്നു, ഒരു നോർമലൈസ്ഡ് ആയിരുന്നു. പക്ഷെ ബാക്കി ഒരുപാട് പടങ്ങൾ ഇറങ്ങി ഹിറ്റായതിലെല്ലാം ആണുങ്ങൾ കൂടുതൽ നിൽക്കുന്ന ഉള്ള ഒരു രീതിയായിരുന്നു പൊതുവേ ഉള്ളത്.
കൂടുതൽ കുറവ് എന്നുള്ളതിനെക്കാട്ടിലും സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം റോൾ അവരുടെ റോള് കുറെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കിടക്കുന്നു. ഇറ്റ്സ് സച്ച് എൻ അൺഎക്സ്പ്ലോർഡ് ടെറിട്ടറി ദറ്റ് ഐ റിയലി വിഷ് ദറ്റ് മലയാള സിനിമ ആൻഡ് എവറി അതർ ഇൻഡസ്ട്രി എക്സ്പ്ലോർസ് മോർ. കാര്യം their story need to be told and celebrated. മഴവിൽ കാവടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ജയറാമേട്ടൻ്റെ തകർപ്പൻ സിനിമയാണ്. അതിനകത്ത് ജയറാമേട്ടനാണ് നായിക. സിനിമയിലെ അഭിനയത്തിന് ഉർവശി ചേച്ചിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടുന്നു. സിനിമയിലെ ക്യാരക്ടർ നിങ്ങൾക്കറിയാം. ജയറാമേട്ടൻ ഇവിടെ നിന്ന് നാട്ടിൽ പിന്നെ മുറപ്പെണ്ണിൻ്റെ കല്യാണം നടക്കുന്നില്ല, ഒരു ജോലി തേടി പോവുകയാണ്. അവിടെ ചെന്നിട്ടൊരു ബാർബറായിട്ടൊക്കെ ജോലി ചെയ്യുന്നൊരു സിനിമയാണ്. ഉർവശിയുടെ വളരെ മനോഹരമായ ക്യാരക്ടർ. മലയാളത്തിൽ ഇങ്ങനെ എണ്ണിപ്പെറുക്കി നേരത്തെ നമ്മുടെ സുഹാന പറഞ്ഞതുപോലെ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഈ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയാൽ അത് ഞാൻ നന്നായിട്ട് ചെയ്യും. നിങ്ങൾ സിനിമകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ലോ എനിക്കതൊന്ന് ആയാൽ നല്ലതായിരുന്നു, എനിക്ക് അതുപോലെ ഒന്ന് അഭിനയിച്ച് നോക്കുന്ന ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് ചൂസ് ചെയ്യും? ഞാൻ പെട്ടെന്ന് ബാലാമണി ചൂസ് ചെയ്യും. ബാലാമണി എനിക്ക് നവ്യ ചേച്ചിയുടെ ഞാൻ ചെയ്താൽ ഭംഗിയാവും എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മളൊരു ക്യാരക്ടർ കാണുമ്പോൾ അയ്യോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടർ, അതൊരു ഹിസ്റ്റോറിക് മൂമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഏത് ബാലാമണി എന്നുള്ള പേര് എവിടെ കേട്ടാലും ഫസ്റ്റ് നമ്മുടെ മൈൻഡിലേക്ക് പോകുന്നത് നവ്യ ചേച്ചിയുടെ മുഖമാണ്. അതിൽ പിന്നെ ഒരു മാറ്റമില്ല, അത് തന്നെയാണ്. എനിക്ക് 2 ക്യാരക്ടേഴ്സാണ് മനസ്സിൽ വരുന്നത്. ഒന്ന് ക്രോണിക് ബാച്ചിലറിൽ രംഭ ചെയ്ത റോളുണ്ടല്ലോ. കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫ്രീ തിങ്കിങ് ആയിട്ടുള്ള ഒരു കഥയിലുടനീളം ആ കഥ കൊണ്ടുപോകുന്നതേ ഈ രംഭ എന്ന് ചെയ്ത ക്യാരക്ടറിന്റെ ഒരു ഇൻഫ്ലുവൻസിലാണ് ആ സിനിമ ഫുള്ള് പോകുന്നത്. ആൻഡ് ഓൾസോ ഷീ ഡ്രസ്സസ് വെരി വെൽ, നല്ല പ്രസന്റബിലിറ്റി, ആ ഒരു വളരെ നോർമലൈസ്ഡ് ആക്കി ആ ഒരു പ്രസന്റേഷൻ. ആ സമയത്ത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് ആ ഒരു സമയത്ത് ക്രോണിക് ബാച്ചിലർ ഫേവറേറ്റ് പടം. അതിൽ രംഭ ചെയ്ത ആ ക്യാരക്ടർ. പിന്നെ ചോക്ലേറ്റ് സിനിമയിൽ റോമ ചെയ്ത ക്യാരക്ടർ. നോട്ട് ദ ഫാക്ട് ദാറ്റ് ഇസ് ബബ്ലി, ദാറ്റ് കമാൻഡിങ് പവർ, ഒരു മൊത്തത്തിൽ ഒരു കോളേജ്, ഒരു ബോൾഡ്നെസ്, ഒരു കോളേജ് കയ്യിലെടുക്കുക, കോളേജ് നമ്മൾ ഇതിലേക്ക് അങ്ങനെയൊക്കെയുള്ള രീതിക്ക്. പിന്നെ എനിക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളത് റോക്കി ബൈ മീൻസ് KGF ഒരു ലേഡിയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്യുന്ന രീതിക്കും എനിക്ക് നല്ല താല്പര്യമുണ്ട്. ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ഒന്ന് പരിഗണിക്കും. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. മമ്മൂട്ടി കമ്പനിയുടെ തുടർച്ചയായിട്ടുള്ള സിനിമകൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള സിനിമകളാണ്. നൻപകൽ നേരത്തെ മയക്കും, റോഷാക്കും ഒന്നല്ല വേറൊന്ന്. ഇതിനകത്തെ മമ്മൂക്ക അല്ല വേറൊരെണ്ണത്തിനകത്തെ മമ്മൂക്ക. നിങ്ങളൊരു ക്യാരക്ടർ ചൂസ് ചെയ്യുകയാണ്, ഇനി എനിക്ക് വരാൻ പോകുന്ന ഒരു സിനിമ എന്തെങ്കിലും ഒരു മാനദണ്ഡം ഉണ്ടോ? സ്ക്രിപ്റ്റ് കേട്ടിട്ടോ അല്ലെങ്കിൽ എനിക്കതിനകത്ത് അഭിനയ പ്രാധാന്യമുള്ള കുറച്ചധികം മിനിറ്റ് അങ്ങനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുക? അതോ ഇതേപോലെ തന്നെ നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയുടെ കുറച്ചധികം മിനിറ്റുള്ള സിനിമ വന്നാലും നിങ്ങൾ ചൂസ് ചെയ്യുമോ? അത് സിറ്റുവേഷൻ പോലെ ആയിരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് ഒരു മൂവി വരികയാണ്, ഉടനീളം റോളൊന്നുമില്ല, ചെറിയൊരു സ്ക്രീനേ ഉള്ളൂ, എന്നാൽ മമ്മൂക്കയുടെ കൂടെയാണ് എന്നുള്ള രീതിയിൽ വന്നാൽ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും നോക്കില്ല. കാരണം ചിലത് നമുക്ക് ആ ഒരു ബ്രാൻഡിനോടുള്ളൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു ബ്രാൻഡാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതല്ല വേറൊരു മൂവി വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചിലപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കും. എനിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള റോളാണോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആസ് എൻ ആക്ട്രസ് നമ്മൾ എല്ലാ റോളിലും നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം, ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. എന്നാൽ പോലും അതിൻ്റെ സ്ക്രിപ്റ്റിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കൂടി മൈൻഡ് ചെയ്തിട്ടായിരിക്കും നോക്കുക. എനിക്ക് ഒരു എക്സ്പ്ലോറേഷനാണ് എൻ്റെ മനസ്സിൽ. ഈ ഒരു സ്ക്രിപ്റ്റ് ഇപ്പം വരുന്ന ഒരു സംഭവം ഒബിയസ്ലി ഐ ചെക്ക് ഇഫ് ഇറ്റ് ഈസ് ജെനുവിൻ ആൻഡ് ഫ്രം എ വെരി ഗുഡ് പ്രൊഡക്ഷൻ കമ്പനി. പിന്നെ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്യാരക്ടർ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു, ഏത് പ്രൊഫഷനാണ്, വേറൊരു ലോകമല്ലേ. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിക്ക് എക്സ്പ്ലോറേഷൻ സാധനം ഒരു എലമെൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി വെരി എക്സൈറ്റഡ് ടു വർക്ക്. അങ്ങനെ മമ്മൂക്കയുടെ കൂടെ എന്നല്ലേ ഉദ്ദേശിച്ചത്? മമ്മൂക്കയുടെ കൂടെ വെച്ചാൽ മമ്മൂക്ക കമ്പനി വിളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല അവരോട്, കാരണം അത്രയും അടുപ്പമുണ്ട്. പക്ഷേ അല്ലാതെ ആണെങ്കിൽ നമ്മൾ മമ്മൂക്കയുടെ കൂടെ കുറച്ച് ത്രൂ ഔട്ട് വേഷം കിട്ടുക, നല്ലൊരു നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. അങ്ങനെ വിളിക്കട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ മമ്മൂക്ക കമ്പനി വിളിക്കുമ്പോൾ ഇപ്പോൾ ചെറിയൊരു സീനേ ഉള്ളൂ, സ്മിത ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഷുവറായിട്ട് ഞാൻ ചെയ്യും.
അപ്പം കളങ്കാവൽ സിനിമയിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രം വന്നു പോകുന്ന മിന്നി മറഞ്ഞു പോകുന്ന വേഷങ്ങളാണ്. ഭാവിയിൽ ഒത്തിരി മിനിറ്റും ഒരുപാട് മണിക്കൂറുകൾ നിറഞ്ഞു നിൽക്കുന്ന വേഷങ്ങൾ നിങ്ങളെ തേടി വരട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഫോർ താങ്ക് യു സോ മച്ച്. താങ്ക് യു.